സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ഭീകര രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. അതിന് അടിവരയിടുന്ന, അതിന് നമ്മൾ എത്രത്തോളം ന്യായീകരിക്കാൻ ഒക്കുമോ അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വെനസ്വേലയിൽ കണ്ടത്. വെനസ്വേലയിൽ പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് കടന്നു കയറി ആ രാജ്യത്തെ പ്രസിഡൻറ്റും ഭാര്യയും താമസിച്ചിരുന്ന വസതിയിൽ കടന്നു കയറി അവരെ രണ്ടുപേരെയും പിടിച്ച് ബന്ദിയാക്കി വിലങ്ങ് വെച്ച് കൊണ്ടുപോയി അമേരിക്കയിലേക്ക്. അപ്പോൾ അമേരിക്കയുടെ ധാർഷ്ട്യം എന്താണെന്ന് ലോകം മനസ്സിലാക്കി. എന്ത് തെമ്മാടിത്തരവും എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. പണ്ടും ഇങ്ങനെ തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയുമാണ് ഈ ലോകത്ത് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു രാജ്യം ഇസ്രയേലുമാണ്. അവർക്കിഷ്ടമില്ലാത്തവരാണ്, അവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത, അവരുടെ ഭീഷണിയിൽ വഴങ്ങാത്ത, അവർക്ക് അടിമപ്പണി ചെയ്യാത്ത ഏത് രാജ്യത്തിനെ ആയിരുന്നാലും ശരി അവർ നശിപ്പിക്കും. ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും, ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കും, ഇല്ലാത്ത നശീകരണ ആയുധങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ അതിക്രമിച്ച് കയറും. അത് ലോകത്തിനൊരു പാഠമാണ്. അമേരിക്കയ്ക്കും ഈ പാശ്ചാത്യ ശക്തികളിൽ അമേരിക്കയെ താങ്ങുന്നവർക്കും ശരിയായ രീതിയിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആവശ്യം. അങ്ങനെ കൂട്ടായ്മ പണ്ട് കാലത്തുണ്ടായിരുന്നു. ആളുകൾക്ക് ഭയമായിരുന്നു മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ. ഇന്ന് ആ ഭയം മാറി. അപ്പോൾ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. ഈ ട്രംപ് എന്ന് പറയുന്നത് സത്യത്തിൽ അയാൾ ഒരു രോഗിയാണ്, ഒരു മനോരോഗിയാണ്. അയാൾക്ക് 80 വയസ്സിൽ കൂടുതൽ കഴിയുമ്പോൾ മനുഷ്യന് ബുദ്ധിയും സ്ഥിരതയൊക്കെ നഷ്ടപ്പെടും. ഇപ്പം അയാളെ ഭരിക്കുന്നത് ഭ്രാന്താണ്. അയാളെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അയാളെ ചങ്ങലക്കിട്ട് പിന്നെ ഈ ഭ്രാന്തന്മാർ എവിടെയാണ് കൊണ്ടുവന്നിടുന്നത് അവിടെയാണ് അയാൾ അവിടെ തന്നെയാണ് അവിടെ കിടത്തേണ്ടത്. സെല്ലിൽ അടയ്ക്കണം. അങ്ങനെ അല്ലെങ്കിൽ ലോകത്ത് പലതും ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം, പാശ്ചാത്യ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഈ ലോകത്ത് സമാധാനം ഉണ്ടായി കാണുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ടെൻഷനിലായിരിക്കണം. ഈ ലോകത്ത് ഭീതി വിതയ്ക്കണം. ഭീതി വിതച്ച് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം. അപ്പോൾ അവർ എന്ത് തെമ്മാടിത്തരവും കാണിക്കും. അതിന് ഈ മുതലാളിത്ത വ്യവസ്ഥിതി തന്നെ അതാണ്. അതായത് ജനങ്ങളെ ഭയവിഹ്വലരാക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, അവരുടെ വരുതിയിലാക്കുക. അത് തന്നെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്നത് RSSും BJPയും ആ സംഘപരിവാർ ശക്തികളും ചെയ്യുന്നത് അവർ ആരിൽ നിന്നാണ് കണ്ടുപിടിച്ചത്? അവരിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്നു. താലിബാൻ അവിടെ ഭീകര പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരു താലിബാൻ, നല്ല താലിബാനും ബാഡ് താലിബാനും ഇല്ല എന്നാണ് മോഡി പണ്ട് പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്തായി? താലിബാൻ അവരുടെ സഹോദരനാണ്. RSSകാരുടെ സഹോദരനാണ് താലിബാൻ. എന്നിട്ട് പറയും ഇന്ത്യയിൽ താലിബാനിസം നടക്കില്ല. എന്നിട്ട് അവർ നടത്തുന്നത് മൊത്തം താലിബാനിസമാണ്. ക്രിസ്ത്യാനിയൊക്കെ ജീവിക്കാനൊക്കില്ല. അവരുടെ ചർച്ചുകളിൽ അവർക്ക് ആരാധന നടത്താനൊക്കില്ല. അവരുടെ ക്രിസ്മസ് ആഘോഷം നടത്താനൊക്കില്ല. അത് മുസ്ലിങ്ങൾക്കായിരുന്നാലും ശരി. ഹിന്ദുക്കൾ ഘോഷയാത്ര നടത്തിയാൽ ആ ഭാഗങ്ങളിലുള്ള എല്ലാ മുസ്ലിം പള്ളികളും തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിട്ടോ മൂടിയിരിക്കണം. അവർക്കെവിടെ എന്തും കാണിക്കാം. മുണ്ടില്ലാതെ നടക്കുകയാണ് അവര്. സംഘപരിവാർ ശക്തികൾ നമ്മൾ കണ്ടതാണ്, എത്രയോ കണ്ടതാണ്. മുണ്ടില്ലാതെയാണ് നടക്കുന്നത്. തെണ്ടികളല്ലേ അവന്മാര്. ചാണകം തിന്നും മൂത്രം കുടിച്ച് നടക്കുന്ന ജന്തുക്കളല്ലേ അവന്മാര്. അപ്പോൾ ഇതിൻ്റെ അതേ മറുവശമാണ് ഈ അമേരിക്കയും ഇസ്രയേലും എന്ന് പറയുന്നത്. അത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഈ സംഘപരിവാർ ശക്തികൾക്ക് മനസ്സിലാവില്ല. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മോഡിയെ ഭീഷണിപ്പെടുത്തും. മോഡിയെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് അനുസരിച്ച് ഭരിച്ചോളണം. ഭരിച്ചില്ലെങ്കിൽ വെനസ്വേലിയൻ പ്രസിഡന്റിനെ എങ്ങനെയാണ് അവർ പൊക്കിക്കൊണ്ടു പോയത്, അതുപോലെ മോഡിയെയും പൊക്കിക്കൊണ്ടു പോകും. ഇന്ത്യ മഹാരാജ്യത്ത് കയറിപ്പൊക്കിയില്ലെങ്കിൽ ലോകം മൊത്തം കറങ്ങുന്ന വ്യക്തിയാണ് മോഡി, അദാനിക്കും അംബാനിക്കും വേണ്ടി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പ്ലെയിനിൽ പോകുമ്പോൾ, നമ്മുടെ പ്ലെയിനിൽ തന്നെ ആവട്ടെ, പോയാൽ
ഇതേപോലെ ട്രംപ് പൊക്കും. അത് കാത്തിരുന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിന് പോണോ? കേരളത്തിലെ ചാനലുകളുണ്ട്, കുറേ വൃത്തികെട്ട ചാനലുകൾ. സ്ഥാനത്തും അസ്ഥാനത്തും ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഈ ഇസ്രയേലിനെയും താങ്ങുന്നവരുണ്ട്. അത് മുസ്ലിങ്ങളാ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും അങ്ങനെ താങ്ങൂല. ആരെയും ഭയവും ഇല്ലാത്തവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത്, മുസ്ലിങ്ങളെ എന്നുള്ളതല്ല, ഈ മാനവരാശിയെ ആരാണ് സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്നത്? ആ പടച്ച തമ്പുരാൻ, ആ സർവശക്തനെ മാത്രമേ ഭയമുള്ളൂ. അതനുസരിച്ച് നമ്മൾ ജീവിക്കും. അതിനാണ് നിങ്ങൾ ആരെല്ലാം എന്തെല്ലാം ചാടിയിട്ടും ഒരു കാര്യമില്ല. മരണമെന്ന് പറയുന്നത് മനുഷ്യന് എന്നായാലും മരിച്ചാലേ ഒക്കുള്ളൂ. കാലാകാലം ജീവിക്കുന്നതായിട്ട് ഒന്നുമില്ല. ഒരു മനുഷ്യജീവിയുമല്ല, ഒരു മൃഗങ്ങളുമില്ല, സസ്യജാലങ്ങളുമില്ല. ഈ ലോകത്ത് കാണുന്നതെല്ലാം നശ്വരമാണ്. നശ്വരമല്ലാത്തത് ഒന്നേ ഉള്ളൂ. അതായത് ക്രിസ്ത്യാനികൾ യഹോവയെന്ന, ഹിന്ദുക്കൾ ഭഗവാനെന്ന, മുസ്ലിങ്ങൾ, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും, അതിന് ഏത് ഭാഷക്കാരായിരുന്നാലും ശരി, അറബില് ദൈവത്തിന്, അല്ലെങ്കിൽ സർവ്വലോക സംരക്ഷകനായ സർവ്വതിനെയും സൃഷ്ടിച്ച് അതിനെ ഞങ്ങൾ അള്ളാഹു എന്നാണ് പറയുന്നത്. അത് ലോകത്തെല്ലാ സ്ഥലത്തും അള്ളാഹു തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ പടച്ച് തമ്പുരാനെ അല്ലാതെ ഞങ്ങൾക്കാരെയും ഭയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളടുത്ത് ഒരു കളി നടക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യും, തല വീശു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ആയുധങ്ങൾ കൊടുത്തു. ആയുധങ്ങൾ UP-യിൽ ആയുധങ്ങൾ പരസ്യമായിട്ട് കൊടുക്കുകയാണ്. ഓരോ വീടുകളിലും കൊണ്ടുകയറി. ലോകത്ത് എവിടെ നടക്കും? കൊല്ലാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കണം. കേരളത്തിലെ കുറെ സംഘികളും പിന്നെ കൂസ എന്നൊക്കെ പറഞ്ഞ കുറെ ചെറ്റകളും ഉണ്ട്. അവൻ്റെ സമുദായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ സമുദായത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കും അവന് വരുമ്പോൾ, അല്ലാതെ അന്യർക്ക് വരുമ്പോഴത്തല്ല. സ്വന്തം ജാതിക്കാരനാണ് അല്ലെങ്കിൽ സ്വന്തം മതവിശ്വാസിയാണ് എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമല്ല. പണം കിട്ടിയാൽ എന്ത് ചെറ്റത്തരവും കാണിക്കും, ഏത് സ്ഥലത്തും കൂട്ടിക്കൊടുക്കും. തള്ളയെ കൂട്ടിക്കൊടുക്കും, തന്തയെ കൂട്ടിക്കൊടുക്കും, പെങ്ങളെ കൂട്ടിക്കൊടുക്കും, ഭാര്യയെ കൂട്ടിക്കൊടുക്കും, മക്കളെയും കൂട്ടിക്കൊടുക്കും. നമ്മൾ കാണുന്നതാണ് ഈ ലോകത്ത് എന്തെല്ലാമാണ് നടക്കുന്നത്. മക്കളെ കൂട്ടിക്കൊടുക്കുന്ന മാതാപിതാക്കളില്ലേ? സഹോദരിയെ കൂട്ടിക്കൊടുക്കുന്ന സഹോദരന്മാരില്ലേ? മാതാപിതാക്കളെ കൂട്ടിക്കൊടുക്കുന്ന മക്കളില്ലേ? നമ്മളിത് കാണുന്നില്ലേ ഈ ലോകത്ത്? അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം. പണത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. ഒന്ന് മറുനാടൻ മലയാളി, രണ്ട് കർമ്മ ന്യൂസ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ വേറൊരു എന്താണ് അനിൽ, അവൻ്റെ വാളയാർ സുനിൽ, ഇവനെല്ലാം ശുദ്ധ തെമ്മാടികളാണ്. അതായത് ജേർണലിസം പഠിച്ചു എന്നും ഞങ്ങൾ മറ്റേ സ്വതന്ത്രമായ പിന്നെ ചാനൽ പ്രവർത്തനമാണ് വേറും കള്ളമാണ് പറയുന്നത്. പൈസ കിട്ടുകയാണെങ്കിൽ യമനെല്ലാം എന്ത് ചെറ്റത്തരവും കാണിക്കും, ആരെയും കൂട്ടിക്കൊടുക്കും. അപ്പോൾ സത്യം മനസ്സിലാക്കി നമ്മൾ പിന്നെ പോരാടേണ്ടതെന്ന് പറയുന്ന പാശ്ചാത്യ ശക്തികൾക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെയാണ്. ലോകത്ത് ഭീതി വിതയ്ക്കുക, ലോകത്ത് എപ്പോഴും യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചു നിർത്തുക. നമ്മൾ കാണുന്നില്ലേ? മിഡിൽ ഈസ്റ്റിലായിരുന്നാലും ഇറാനിൽ കുഴപ്പമുണ്ടാക്കുക, വെനസ്വേലയിൽ കുഴപ്പമുണ്ടാക്കുക, അറബ് രാജ്യങ്ങളിലെല്ലാം, ഇറാഖിലായിരുന്നാലും ശരി, ഇറാനിലായിരുന്നാലും ശരി, സിറിയയിലായിരുന്നാലും ശരി, യമനിലായിരുന്നാലും ശരി, ലെബനോണിലായിരുന്നാലും ശരി, ഇവിടെ എല്ലാം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ശാന്തമായിട്ട് കഴിഞ്ഞു വരെയായിരുന്നു. ഇവിടെ എല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? ഇല്ലാത്ത കാരണം പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറയും. അവർ പറയും അവിടെ മറ്റതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോകത്തിന് ആപത്തെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അത് ഇന്ത്യയിലും ഒരു കുഴപ്പമുണ്ടാക്കും. പക്ഷേ സംഘപരിവാർ ശക്തികൾക്ക് നേരം വെളുക്കാൻ ഇനിയും സമയം പിടിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനും ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത്, ഇന്ത്യയിൽ പ്രത്യേകമായി കേരളത്തിൽ ഈ വെനസ്വേലയിലെ അധിനിവേശത്തിനെതിരെ ജനങ്ങൾ ഇറങ്ങി പ്രകടനം നടത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയുന്ന കുറേ സംഘപരിവാറുകാരുണ്ട്. ഈ സംഘപരിവാറുകാർ നാളെ അത് മനസ്സിലാക്കും. മോഡിയെ പൊക്കുമ്പോൾ, അല്ലെങ്കിൽ മോഡിയെ പോലുള്ള പലരെയും ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകും. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അപ്പോഴത്തേക്ക് നേരം വെളുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കണം. ചരിത്രം ആദ്യം പഠിക്കണം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് പാശ്ചാത്യരുടെ ഒരേ ഒരു ലക്ഷ്യം. ഭിന്നിപ്പിക്കുക, ജനങ്ങളെ തമ്മിൽ അത് തന്നെയാണ് പിന്തുടർന്ന് വരുന്നത് ഈ സംഘപരിവാർ ശക്തികളും. അവർ ചെയ്യുന്നത് എന്താണ്? ആദ്യം കേരളത്തിൽ
മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക. അവർക്ക് ക്രിസ്ത്യാനിയൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഓരോരുത്തർ പറയുന്നുണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല, സംഘപരിവാറുകാർ നമ്മളെ ശത്രുക്കളാണ്, നമുക്കിവിടെ ജീവിക്കാനൊക്കില്ല. അതായത് ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കേരളത്തിലായാലും ഇന്ത്യയിലായിരുന്നാലും നിന്ന് അവിടെ ഇന്ത്യയിൽ നിന്ന് അവരെ നിഷ്കാസിതരാക്കുക, അവരുടെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് BJP സംഘപരിവാർ ശക്തികളുടെ പരിപാടി. അത് മനസ്സിലാക്കി കണ്ട് നമ്മൾ പെരുമാറണമെന്നും നമ്മൾ ഐക്യത്തോടു കൂടി നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് പോരാടണമെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ കള്ളു കച്ചവടക്കാരന് അവന് യാതൊരു വിവരമില്ലാത്തവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ സെക്രട്ടറി ജനറലാണ് അവൻ. നിങ്ങൾ മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്, നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറയുന്ന ആ മഹാനായ ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ജനറലായിരുന്നു കൊണ്ട് അവൻ്റെ ജോലി എന്ന് പറയുന്നത് മദ്യക്കച്ചവടമാണ്. അപ്പോൾ കേരളത്തിൽ വേറെ നല്ല ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവില്ലാത്തത് കൊണ്ടല്ലേ. എന്നിട്ട് പത്തനംതിട്ടയിലെ കുറെ തെമ്മാടികൾ, അവന്മാരെന്ന് പറയുന്ന RSSകാരാണ്, സംഘപരിവാറുകാരാണ്. അവനൊക്കെ പലതും വെള്ളാപ്പള്ളി സമുദായത്തിന് വേണ്ടി എന്തൊക്കെയോ അങ്ങ് ചെയ്താണ്, ഒന്നും ചെയ്തിട്ടില്ല. സമുദായത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്തതെല്ലാം പണ്ട് കാലത്താണ്. ചെയ്തതെല്ലാം R ശങ്കറും വിദ്യാസാഗറും ഒക്കെ അതിൻ്റെ തലപ്പത്തിരുന്ന സമയത്താണ്. അല്ലാതെ ഈ വെള്ളാപ്പള്ളി സമുദായത്തിന് ഈഴവ സമുദായത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ആലങ്കോട് ആറ്റിങ്ങൽ ഭാഗത്ത് കാറിൽ ഇങ്ങനെ മൈക്കിൽ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, ശിവഗിരി കുന്നിന്മേൽ കോളേജ് സ്ഥാപിക്കാൻ സംഭാവന നൽകണേ നാട്ടുകാരെ എന്നും പറഞ്ഞ്. അപ്പോൾ നാട്ടുകാർ എല്ലാവരും സമുദായം മറന്ന് എല്ലാവരും സംഭാവന കൊടുത്താണ് അങ്ങനെയുള്ള കോളേജ് സ്ഥാപിച്ചത്. നിങ്ങൾക്കറിയാം, കൊല്ലത്ത് കോളേജ് സ്ഥാപിച്ചത് ആദ്യം പണം കൊടുത്തത് തങ്ങൾ കുഞ്ഞു മുസ്ലിയാരാണ്. അങ്ങനെ ഒരുപാട് അന്നൊന്നും സമുദായ പ്രശ്നമേ ഇല്ല. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഒത്തൊരുമയോടുകൂടി സഹകരിച്ച് സൗഹാർദ്ദത്തിൽ ഇവിടെ കഴിയുന്നതിൽ ആർക്കെന്ത് കുഴപ്പം? കാരണം ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, ഇവരുടെ അജണ്ടകളൊന്നും നടപ്പാക്കാനൊക്കില്ല. അപ്പോൾ 30 വെള്ളിക്കാശിന് ജൂദാസ് വിറ്റു യേശു ക്രിസ്തുവിന്. ആ യഹൂദന്മാരെയാണ് ഇന്ന് കേരളത്തിലെ പല ക്രിസംഗികളും പിന്നെ കുറെ ചാനലുകളും താങ്ങി നടക്കുന്നത്. ദൈവത്തിനെ ഒറ്റുകൊടുത്തവന് അല്ലെങ്കിൽ ദൈവപുത്രനെ ഒറ്റുകൊടുത്തവൻ്റെ സൈഡിൽ ചേരുന്നവരാണ്. അതായത് തന്തയെ ഒറ്റുകൊടുക്കും, തള്ളയെ ഒറ്റുകൊടുക്കും, ഭാര്യയെ ഒറ്റുകൊടുക്കും, മക്കളെ ഒറ്റുകൊടുക്കും. അവനൊക്കെ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും. ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നും നമ്മൾ സത്യം മനസ്സിലാക്കണമെന്നും ഈ അനീതിക്കെതിരെ പടപൊരുതണമെന്നും അമേരിക്ക കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെതിരെ ജനങ്ങളെല്ലാം പ്രതിഷേധിക്കണമെന്നും ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.